നമുക്കിന്നൊരു മാങ്ങക്കറി ഉണ്ടാക്കി നോക്കിയാലോ. വളരെ സിമ്പിളായി ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെയാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു മാങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കറിക്ക് ആവശ്യമായിട്ട് ഒരു സവോള ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ട ചേരുവകൾ. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി തുടങ്ങുക. അപ്പോൾ ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർക്കുന്നത് അതിൻ്റെ അളവെന്ന് പറയുന്നത് എരിവിന് ആവശ്യമായിട്ട് ഉള്ള മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി 3 പച്ചമുളക് എടുത്തിരിക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് മുളക് പൊടി മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടി ചേർത്ത് നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ വേകാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും വേണ്ട. ഒരു മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ മാത്രം മതി. അപ്പോൾ മാങ്ങ ഇളക്കി കൊടുക്കുമ്പോഴും മാങ്ങ ഉടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കറിക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയും നന്നായി എടുത്ത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് മാങ്ങ വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മാങ്ങ ഒന്നും ഉടഞ്ഞു പോകരുത്. അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായി ഒന്ന് ചൂടാവുക. ഒന്ന് തിള സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കടുക് പൊട്ടിച്ച് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങക്കറിയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ അല്ലു ചില്ലി വ്ളോഗ്സ് ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്